നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വീണ്ടും ഒരു തത്സമയത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ചടയമംഗലം സൊസൈറ്റി ജംഗ്ഷനിലാണ്. അവിടെ വന്നെത്തി നിൽക്കുന്നതിൻ്റെ കാരണം, ഇന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ അവരുടെ നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ വിവരണം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പാർട്ടി ഓഫീസ് CPIMൻ്റെ പാർട്ടി ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം പാർട്ടി പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് പ്രകടനമായിട്ട് സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരും ചടയമംഗലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ നോമിനേഷൻ പത്രിക സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFിൻ്റെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ 1-2 പ്രാവശ്യം പര്യടനങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയും നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചടക്കിയ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 2.5 വർഷക്കാലം CPMൻ്റെ പ്രസിഡൻ്റായിട്ട് JV ബിന്ദുവും വൈസ് പ്രസിഡൻ്റായിട്ട് CPIയിലെ ബാബുരാജുമായിരുന്നു ആദ്യം 2.5 വർഷം ഒന്നാം ഘട്ടം ഭരണം ചടയമംഗലം പഞ്ചായത്തിൽ കാഴ്ചവെച്ചത്. തുടർന്ന് 2.5 വർഷം വീണ്ടും ശ്രീമതി CPIയിലെ മിനി സുനിൽ പഞ്ചായത്ത് പ്രസിഡൻ്റാവുകയും CPMലെ രാജു വൈസ് പ്രസിഡൻ്റാവുകയും ചെയ്തുകൊണ്ടാണ് ഭരണം പൂർത്തീകരിച്ച് നാടിൻ്റെ വികസനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു എന്നുള്ള ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് ചടയമംഗലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത് ചടയമംഗലം പാർട്ടി ഓഫീസാണ്. ഇവിടെ CPIMൻ്റെയും CPIയുടെയും അങ്ങനെ LDF എന്ന് തന്നെ തീർത്ത് പറയാൻ കഴിയുന്ന ഞാൻ ലൈവിലും ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ വെളിനല്ലൂർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായി LDFിൻ്റെ സാരഥിയായി വിജയിച്ചു പോയ അഡ്വക്കേറ്റ് ഷൈൻകുമാർ ഇവിടെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം മുന്നണി സംവിധാനത്തിൻ്റെയും മുന്നണിയുടെ ഒരുക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. നമസ്കാരം. ഇക്കുറി നടക്കാൻ പോകുന്ന ഡിസംബർ 9 തെരഞ്ഞെടുപ്പ് ഇപ്പോൾ CPI മുന്നണി LDFിൻ്റെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും CPIM ചടയമംഗലം പാർട്ടി ഓഫീസിലേക്ക് പ്രകടനമായി വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികൾ LDFിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബുരാജ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തകരും ചടയമംഗലം CPIM പാർട്ടി ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് വീണ്ടും അഡ്വക്കേറ്റ് ഷൈനിലേക്കൊന്ന് പോയി വരാം. അഡ്വക്കേറ്റ് ശ്രീ ഷൈൻകുമാർ, ഈ പ്രാവശ്യം ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏത് തരത്തിലേക്കുള്ള സംവിധാനങ്ങളിലാണെന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 16 വാർഡിലെയും സ്ഥാനാർത്ഥികളെ ഐക്യത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ 9.5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ ചർച്ച ചെയ്യപ്പെടും. 16 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തിൽ, കണ്ണഞ്ചിക്കുന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഐക്യത്തോടുകൂടി 16 വാർഡിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും DYFI നേതാവുമായ അഡ്വക്കേറ്റ് ഷൈൻകുമാറാണ് ഇപ്പോൾ സാക്ഷി TVയുടെ പ്രതികരണങ്ങൾ പ്രതികരിച്ചത്. അത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ ഏകദേശം പൂർത്തീകരിച്ചു എന്ന് വേണം LDFിനെ പറ്റി പറയുമ്പോൾ. എല്ലാ വാർഡുകളിലും 16 വാർഡുകളാണ്. ഇപ്പോൾ ഒരു പുതിയ വാർഡ് കൂടി ഈ വർഷം, ആകെ 15 വാർഡുകളായിരുന്നു ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ. എന്നാൽ ഈ 15 വാർഡുകളിൽ ഒരു വാർഡും കൂടി പുതിയതായി ചടയമംഗലം എന്ന് പറയുന്ന ഒരു വാർഡ് കൂടി വന്നതോടുകൂടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. ഈ 16 വാർഡുകളിലും ഐക്യകണ്ഠേന സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ടാണ്
LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള സവിശേഷതകൾ കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് AHSന്റെ ജില്ലാ നേതാവും CPIയുടെ മുതിർന്ന നേതാവുമായ ശ്രീ വിമൽ കുമാർ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് ഈ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കാം. സാർ, എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഡിസംബർ 1 നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? LDFന്റെ നേതൃത്വം ഏത് തരത്തിലാണ് ഇതിനെ നയിക്കുന്നത്? ചടയമംഗലം പഞ്ചായത്തിൽ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ സന്തോഷകരവും വികസനോന്മുഖവുമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ്. ആ പൂർണ്ണമായ വിശ്വാസം ഇന്ന് 16 വാർഡുകളിലും ഞങ്ങൾ ജയിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനൊരു പ്രത്യേക കാരണം മറ്റ് ഘടകകക്ഷികൾക്കൊന്നും സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തിൽ ഇന്ന് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നു. ഇന്ന് തൊട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി പ്രവർത്തിക്കുന്നു. ഈ 16 വാർഡുകളിൽ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തിരിച്ചു വരികയും ഈ നാടിന്റെ വികസനം തുടരുകയും ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ. നന്ദി, നമസ്കാരം. AHSന്റെ ജില്ലാ കമ്മിറ്റി അംഗവും CPIയുടെ ചടയമംഗലത്തെ മുതിർന്ന നേതാവുമായ ശ്രീ വിമൽ കുമാർ അവர்களാണ് നമ്മൾ പ്രതികരിച്ചത്. ഇപ്പോൾ നമുക്ക് ഇവിടെ LDFന്റെ സാരഥികളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവർ ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി വരാം. CPIയുടെ 2 LC സെക്രട്ടറിമാർ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. LDFന്റെ സാരഥികളായി ഒന്ന് പോരേടം LC സെക്രട്ടറി ശ്രീ പത്മകുമാറാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ CPIയുടെ ചടയമംഗലം LC സെക്രട്ടറി ശ്രീ അജയൻ ഇടക്കോട്ടിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. അതുപോലെ തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള JP ഹരികുമാർ, അതോടൊപ്പം തന്നെ പോരേടം LC മെമ്പർ ശ്രീ K സുദേവൻ, അങ്ങനെ LDFന്റെ സാരഥികളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞ് വയ്ക്കാൻ കഴിയും. പരിചയസമ്പന്നരായ ഒരു സംഘം സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം LDF ചടയമംഗലത്ത് തിരഞ്ഞെടുപ്പിന് അണിനിരത്തിയിരിക്കുന്നത് എന്ന് വേണ്ടി പറയാം. പുതുമുഖങ്ങളായി വന്നിട്ടുള്ളവർക്ക് ഒന്നോ രണ്ടോ പേർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പരിചയസമ്പന്നരും പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ദീർഘകാലം പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF ഇക്കുറി തിരഞ്ഞെടുപ്പിന് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ ചടയമംഗലത്തെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വളരെ ചരിത്രം തിരുത്തിച്ചുകൊണ്ട് വിജയം നേടി കൈവരിച്ച 2 വാർഡ്, ഒന്ന് പൂങ്കോട് വാർഡിൽ നിന്നും ഒന്ന് മങ്ങാമ്പറമ്പ് വാർഡിൽ നിന്നും ജനവിധി നേടിയ ശ്രീ D രഞ്ജിത്താണ് ഇക്കുറി പൂങ്കോട് വാർഡിൽ രംഗത്ത് നിൽക്കുന്നത്. D രഞ്ജിത്ത് ഇക്കുറി മത്സരിക്കുന്നു. അദ്ദേഹം പൂങ്കോട് വാർഡിൽ നിന്നും വീണ്ടും ജനവിധി തേടുകയാണ്. ഒരുപടി മുന്നിലായി പ്രവർത്തനം
2020-25 കാലങ്ങളിൽ ടൗൺ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ കളത്തിലിറക്കിയാണ് കൈവിട്ടുപോയ കണ്ണങ്കോട് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ജനാധിപത്യ മുന്നണിയെ കണ്ണങ്കോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയിരുന്നു. എന്നാൽ ഇക്കുറി അത് തിരിച്ചടിക്കുന്നതിന് വേണ്ടി അവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒന്നടങ്കം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശ്രീ JP ഹരികുമാർ. കണ്ണങ്കോട് കൈവെള്ളയിൽ നിർത്തുക എന്ന ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ തീരുമാനം ആണ് JP ഹരികുമാർ ശ്രീ കണ്ണങ്കോട് മത്സര രംഗത്തിന് ഇറങ്ങുന്നത്. അതുപോലെ ഓരോരിടത്ത് LDF ഓരോരിടം സെക്രട്ടറി ശ്രീ പത്മകുമാറിനെയാണ് ഇടയ്ക്കോട് നല്ല പ്രതീക്ഷ LC സെക്രട്ടറിയായ ശ്രീ അജയനെ LDF ഇരിക്കുന്നത്. തത്സമയ അനുഭാവികളും അവർക്ക് ആവേശകരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം കടന്നു വരുന്നു എന്നുള്ളതും ഈ ഏറ്റവും സവിശേഷതയായി ഞങ്ങൾ വിലയിരുത്തുകയാണ്. ആവേശപൂർവ്വം സാരഥികളെ വരവേൽക്കുകയാണ്. സമയ ദൃശ്യങ്ങൾ വഴിയോരങ്ങളെ രാജരീതികളെ അണിയിച്ചുകൊണ്ട് എന്ന് വേണം ഈ സാരഥികൾ കടന്നു വരുന്നു എന്ന് വേണം പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി പ്രവർത്തകരും അനുഭാവികളുമാണ് ഇപ്പോൾ നാമനിർദ്ദേശക പത്രിക കൊടുക്കുന്നതിന് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉള്ളത്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ ഇടതുമുന്നണി സാരഥികളെ. ചടയമംഗലം പഞ്ചായത്തിലെ ചരിത്രം തിളക്കമാർന്ന വിജയത്തിലൂടെ LDF ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചടയമംഗലം പഞ്ചായത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരും ബഹുജനങ്ങളും അണിനിരത്തിക്കൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മുദ്ര TVയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ചടയമംഗലം പഞ്ചായത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ചരിത്രമാണ് ചടയമംഗലത്തിനുള്ളത്. ആ ചരിത്രം തിളക്കമാർന്ന വിജയത്തിലൂടെ ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി ചടയമംഗലം ടൗണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരർത്ഥത്തിൽ പറഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരത്തുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചടയമംഗലം പഞ്ചായത്തിൽ നോമിനേഷൻ നൽകുന്നത്. വളരെ ആവേശമാണ് ഓരോ പ്രവർത്തകരിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രത്തിൽ ഒരാവേശം എന്ന് വേണം തന്നെ പറയാൻ. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഇടതുമുന്നണിയുടെ ദീർഘകാല 50 വർഷത്തോളം ഇടതുമുന്നണിയുടെ കുത്തക പഞ്ചായത്ത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അവിടെ കുറി 16 വാർഡുകളിലും
LDFിൻ്റെ സാരഥികളെ വിജയിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിരവധി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ പ്രകടനവുമായി സ്ഥാനാർത്ഥികൾക്കൊപ്പം നേതാക്കന്മാരും അനുഭാവികളും പാർട്ടി മെമ്പർമാരുമൊക്കെ ചടയമംഗലം ടൗണിലെത്തി. അവിടെ നിന്നും നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവുകയും അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. 16 വാർഡിലെ സ്ഥാനാർത്ഥികളെ യാതൊരു കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന നോമിനേഷൻ നൽകാൻ വരുന്ന സ്ഥാനാർത്ഥികളെ കാത്ത് പാർട്ടി അനുഭാവികളും പ്രവർത്തകരും പഞ്ചായത്ത് കവാടത്തിൽ തന്നെ നിരവധി ആൾക്കാർ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഇവിടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്നവരാണ്. ഇനിയും നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ
വക്കീലെ കുറുക്കടല്ലേ സ്ഥാനാർത്ഥികളെ കാത്തുകൊണ്ട് നിരവധി ഹരിത കർമ്മസേന പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. വളരെ ഐക്യകണ്ഠേന വിവാദങ്ങൾക്ക് ഒന്നിനും വിമർശനങ്ങൾക്ക് ഒന്നിനും ഇടകൊടുക്കാതെയാണ് ചടയമംഗലത്തെ LDF അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണി സംവിധാനം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അവർ 16 വാർഡിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ാണ് നിൽക്കാൻ സമയമില്ല. അവിടെ അതാ പറഞ്ഞു. അപ്പൊ ഇനി വരി
പ്രവർത്തകർ പ്രകടനമായിട്ടാണ് നാമനിർദ്ദേശം നൽകിയത്. അത് എസ്സിക്ക് മാത്രമേ ഈ 02060 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് 9-ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും അംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഹരികുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. ഇവിടെ പേര് മേലുണ്ടല്ലേ? കണ്ണങ്കോട് 9-ാം വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീ JP ഹരികുമാർ നാമനിർദ്ദേശ സ്ഥാനാർത്ഥി സ്മരണമാണ്. വനിതാ സംവരണ വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ദിവ്യയാണ് അടുത്ത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അങ്ങോട്ട് 19 11:34 അത് ഒന്നാം വീട്ടാൻ കൂടി പോയാലും കുഴപ്പമില്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചോ JP മാറിക്കോ. അടുത്ത നാമനിർദ്ദേശ സമർപ്പിച്ചിരിക്കുന്നത് കണ്ണങ്കോട് മണ്ണാമ്പറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വനിതാ സംവരണ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമതി ദിവ്യയാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്.
ടൗൺ ചടയമംഗലം ടൗൺ ചടയം ടൗൺ എന്ന് പറഞ്ഞത് ഫോട്ടോ പറ്റി അടുത്ത ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അണ്ണാപ്പറമ്പ് 7-ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ദിവ്യ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢതയിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്ത ആൾ പെട്ടെന്ന് വരും എടുത്തത് അജയ്ക്കർ രസീത് പിന്നെ പഠിച്ചോളാം. ഇടയ്ക്കോട് വാർഡിൽ നിന്നും മത്സരത്തിലേക്ക് വന്നിരിക്കുന്ന ചടയമംഗലം ഐയുടെ LC സെക്രട്ടറി കൂടിയായ LDF സരതി ശ്രീ അജയകുമാറാണ്. അടുത്തതായി G അജയനാണ് അടുത്തതായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഓക്കെ അജയനാണ് ഇപ്പോൾ ഇടയ്ക്കോട് വാർഡിലെ G അജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇവിടുത്തെ കോപ്പി വെച്ച് നോക്കിയതാണോ? സെക്രട്ടറി മുമ്പോട്ട് പോയാൽ മതി. ഏറെ ഉദ്യോഗസ്ഥരെ നോക്കി ചെക്ക് ചെയ്തതാണെങ്കിൽ അല്ല വായിച്ചിട്ട് ഇടയ്ക്കോട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഇടയ്ക്കോട് നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന G അജയൻ എന്ന ഞാൻ നിയോജകമണ്ഡലം നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്കയോ കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാസ്ഥിതി വിശ്വാസത്തോടെ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. അടുത്തതായി ചടയമംഗലം ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീമതി സലീനയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ സലീന ചടയമംഗലം ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സലീന നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്.
ഓരോരുത്തർ പെട്ടെന്ന് കാര്യങ്ങൾ ആദ്യം മേടിക്കാൻ വന്നതേ ഉള്ളൂ. സനിയ വാ 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 ഇങ്ങോട്ടില്ല അതെല്ലാം അങ്ങ് മറ്റേ കൊടുക്കും. ഇൻസ്റ്റാഗ്രാം അതെല്ലാം എഴുതിയാൽ മതി. അത് കടലുണ്ടായി വെട്ടണ്ട വായിച്ചോ. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സലീന ബീവി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രായാശിക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാധികാരി പ്രയോജനപ്പെടുത്തുകയും അടുത്തതായി ചടയമംഗലം ശ്രീ സനൽ ആണ് നാം ഉദ്ദേശിച്ച പത്രിക ഇന്ന് LDF-ന്റെ യുവത്വത്തിൻ്റെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കുന്ന സനിൽ DYFI നേതാവാണ്. സനിലാണ് ചടയമംഗലം വാർഡിൽ നിന്നും ഈ മത്സരത്തിലേക്ക് ജനവിധി തേടുന്നത്. സനിൽ നാം ശബ്ദത്തെ സമർപ്പിച്ചു. ബാധകല്ലാതെ ചെയ്യണം. 2 3 ഇതിനെന്തൊന്നും അല്ലാതെ മതിയല്ലോ. ചിഹ്നത്തിന് പിന്നെ ഭാഗമല്ലാന്നുണ്ട്. പാർട്ടി ചിഹ്നം അതിന് പിന്നെ 1 2 3 എന്നുള്ളതല്ല. അത് എത്ര വേണമെങ്കിലും എക്സ്ട്രാ ആയിട്ട് എഴുതാൻ ചിഹ്നം. പാർട്ടി ചിഹ്നത്തിന് പിന്നെ കുഴപ്പമില്ല. അത് ബാക്കി പേജിലല്ലേ ഉള്ളൂ. സ്വന്തന്മാരെക്കാണ് ഈ 3 എണ്ണത്തും വരുന്നത്. ആറോ വരുമ്പോഴത്തേക്ക് അല്ല പറയാം. സെക്കൻഡിക്ക് ലാസ്റ്റ് വരാതെ ഇതുകൂടെ
പറഞ്ഞു കേൾക്കേണ്ടതെന്നുള്ള സംതൃപ്തി സെക്രട്ടറിക്ക് അതെ അല്ല പിന്നെ മറ്റേതെ അവിടെ ഉള്ളവരെ കയറ്റി വിടാൻ മാത്രം കൂടെ നോക്കി ജയിച്ചേ പറ്റുള്ളൂ ഒരു സജീവമായി എണീച്ചു എല്ലാം ചെക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സമയം പോകാതെ സതീശ ദിവ്യ കൊടുത്ത് ഒരിടത്ത് വരാൻ പറയാം. താര കുരിയോട് അത് പറഞ്ഞാൽ അടുത്ത കുരിയോട് വാർഡിൽ നിന്നും മത്സരരംഗത്തേക്ക് ജനവിധി തേടുന്ന ശ്രീമതി താരയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. LDFന്റെ കുരിയോട് കുന്നുന്ന സ്ഥാനാർത്ഥി ശ്രീമതി താര നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ തലശ്ശേരി താര കൊടുത്തോ. ആയിരുന്നോളാം എന്താ ഇവിടെ അതങ്ങടി വഴി തന്നെ പദമല്ല എന്നുള്ള മൗര്യ സംഘടി എന്നാ മക്കും അങ്ങോട്ട് പോയി സമയം കളയണ്ട. ഇതെടുക്കട്ടാണ് വിന്നു അങ്ങോട്ട് വന്നു ഇവിടെ കൊടു അടുത്തതായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പൂങ്കോട് വാർഡിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഡി രഞ്ജിത്താണ്. LDFന്റെ പൂങ്കോട് വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ഡി രഞ്ജിത്ത്. വയറെ കാണുന്നത് കൂടെ അതിനകത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂങ്കോട് 5-ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും
അംഗമാകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രഞ്ജിത്ത് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ങൾ കൂടാതെയും മമതയുടെയും വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കാര്യങ്ങൾ യഥാവധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ഇങ്ങോട്ട് കറിക്കോ അത് കലയം അടുത്തതായി കലയും വാർഡിലെ ഷഫീർ നസീറാണ് നമ്മുടെ സെക്രട്ടറിയാ നൽകുന്നത്. വാർഡിൽ നിന്നും ഷഫീർ നസീർ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടി. സുധേന്ദ്രൻ ക്ലിയർ ആയില്ലേ? റാഫി റാഫി വാ വെടിയില് ഇല്ല അത് നീ പഠിച്ചോട്ട് പാടാ ഇയാള്. ഗ്രാമപഞ്ചായത്തിലെ 13-ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു അംഗമാകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഷെഹീറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും ഇന്ത്യ പരമാവധി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു. അടുത്തത് കോണമാറ വാർഡിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. മുഹമ്മദ് റാഫി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എണീച്ച് പിന്നെ കൂടാ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും മത്സരിക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വര നാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ 6 വാർഡിൽ നിന്നും അപ്പോൾ 6-ാം വാർഡിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫിയാണ്
2025 നടക്കുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അപ്പോളം വാർഡിൽ നിന്ന് ജനവിധി LDFിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫിയാണ്. അടുത്തതായി പോരേടം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ശ്രീ പത്മകുമാറാണ് LDFിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തത്സമയങ്ങളിലേക്ക് എണീച്ചു പതിനാറാം നമ്പർ നിയോജകമണ്ഡലത്തിൽ നിന്ന് അംഗമാകുന്ന ഈ മാസം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ പരമാധികാരം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ങൾ കൂടാതെ എന്റെ ഔദ്യോഗിക യഥാർത്ഥിയായി വിശ്വസിക്കുന്നു പരമാവധി ജനങ്ങൾക്ക് LDFിന് വേണ്ടി 16-ാം വാർഡ് പോരേടം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ പത്മകുമാറാണ് ഇപ്പോൾ അടുത്ത ആൾ വരണേ. ഷാനെ ഒരു വീതം കയറി വരാൻ പറ. അടുത്ത ആരാണ് നോക്കിയിട്ട് വരാൻ പറ. കൊള്ളാം. വാ അടുത്തതായി മൂലങ്കോട് വാർഡിൽ നിന്നും LDF ജനവിധി തേടുന്ന CJ-യാണ് പത്രിക സമർപ്പിക്കുന്നത്. ഇരിയോടോ സജീവും സെറ്റുമാണ്. വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ങൾ കൂടാതെയും മതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും എന്റെ ഹരിതകർമ്മസേന പ്രവർത്തക കൂടിയായ ശ്രീജ മൂലങ്കോട് വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. LDFിന് വേണ്ടി മൂലങ്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന CJ-യാണ് ഇപ്പോൾ നോമിനേഷൻ.
ശാമ്പളയുണ്ട്. അടുത്തതായി മാണത്തട വാർഡിൽ നിന്നും നിലവിൽ വരുന്ന LDF സ്ഥാനാർത്ഥി ഇയാളൊന്ന് പൊടിച്ചിട്ട് വരുന്ന ഞാൻ സജീവേ ഗ്രാമപഞ്ചായത്തിന്റെ 4-ാം വാർഡ് മാടനടയിൽ നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പിതാവുമായി ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുപ്പുകളിലെ ആണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. LDFന് വേണ്ടി മാടന്നട വാർഡിൽ നിന്നും നിലവിൽ വരുന്ന ശ്രീമതി ഗീതാകുമാരിയാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നാൽ ആ വാർഡ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി LDF വനിതാ സംവരണ വാർഡ് കൂടിയായ മാടന്നട വാർഡിൽ ഇക്കുറി ശ്രീമതി ഗീതാകുമാരിയെ കളത്തിലിറക്കി ജനവിധി തേടുകയാണ്. അടുത്തായിട്ട് നോക്കിയാൽ നോക്കണം. നാളെ മുതൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. പിന്നെ സുധേവനും ശ്യാമളയൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് അടുത്തതായി
കള്ളിക്കാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ സുദേവനാണ്, കെ സുദേവനാണ് നമ്മുടെ ഉദ്ദേശപത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കള്ളിക്കാട് വാർഡ് തിരിച്ചു പിടിക്കാൻ, കൈവിട്ട കള്ളിക്കാട് വാർഡ് തിരിച്ചു പിടിക്കുന്നതിന് LDF ഇപ്പോൾ കളത്തിലിറത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കള്ളിക്കാട്ടിലെ ജനപ്രിയ സ്ഥാനാർത്ഥി എന്ന് വിശേഷമുള്ള കെ സുദേവനാണ് LDFിന് വേണ്ടി കള്ളിക്കാട് വാർഡിൽ നിന്നും ഇപ്പോൾ ഈ ജനവിധി നേടുന്നത്. സന്തോഷം മറിക്കൽ. മതി ഒരെണ്ണം മതി. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കള്ളിക്കാട് 14-ാം വാർഡിൽ നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരംഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുദേവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരവും അലംഘനത്തിൽ നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആയാസത്തെ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിരാവിധിയും വിശ്വസ്തയോടും ഞങ്ങളെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ദൃഢപ്രതിജ്ഞ ചെയ്യും. LDFിന് വേണ്ടി കള്ളിക്കാട് 14-ാം വാർഡിൽ നിന്നും ജനവിധി നേടുന്നത് ശ്രീ കെ സുദേവനാണ്. കെ സുദേവൻ വിഷയം സമർപ്പിച്ചു. വഴിയും വെള്ളപ്പാറ. ഓക്കെ, അതെടുത്തോ. ഇനി ആര് നോക്കിയത് വിടാൻ പറയണേ. ഇനി പോന്ന വെട്ടുവഴി വാർഡിലെ ജനവിധി നേടുന്ന ശ്രീ ശ്യാമളകുമാരി ആണ് നമ്മുടെ പ്രകാശം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെട്ടുവഴി 12-ാം നമ്പർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്യാമളാദേവി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കാര്യം പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ചടയമംഗലം വെട്ടുവഴി വാർഡിൽ നിന്നും LDFിനായി ജനവിധി നേടുന്ന ശ്രീമതി ശ്യാമളകുമാരിയാണ് നോമിനേഷൻ പത്രിക സമർപ്പിച്ചത്. ഇനി അടുത്ത ആളും കൂടെ വരാൻ പറയണേ. ഓക്കെ, ജസീറിന്റെ മുമ്പ് വിളിക്കാം. ഇനി ഒരാൾ കൂടിയാണ് പത്രിക നൽകാനുള്ളത്. അത് വെള്ളൂപ്പാറ വാർഡിലെ ഇവിടെ വയ്യാതെല്ലാം കൂടെ
വെള്ളുപ്പാറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീമതി സലീനയാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് കൂടിയായ സലീനയാണ് ഇക്കുറി മത്സരം ഇക്കുറി LDF വേണ്ടി വെള്ളുപ്പാറയിൽ നിന്നും ജനവിധി തേടുന്നത്. എണീച്ചെന്ന് വായിക്കണം. ഇത്രയും ഇതിൻ്റെ ഈ അത് പല ഇത്രയേ ഉള്ളൂ. ഇത്രയും പേര് നിൽക്കുക. അതിൻ്റെ അടിയിൽ ഒപ്പിടും. തീർന്നു ഇല്ല തോന്നു പോയി വല്ലതും ഉണ്ടാ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ വരുന്ന 2025 ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV പ്രേക്ഷകരിൽ ഇപ്പോൾ എത്തിച്ചത്. മെമ്പർമാരെല്ലാം ഒന്ന് പുറത്തു വരണേ. സ്ഥാനാർത്ഥികളൊന്ന് പുറത്തോട്ട് വരണേ. അണ്ണാ ബാക്കിയുള്ളവരെല്ലാം ഒന്ന് മാറിക്കണം. സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തകരും അതോടൊപ്പം സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സാരഥികൾ ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അവർ നിൽക്കുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാക്കിലോട്ട് വന്നാലേ ഇവിടെ നിന്നാ മതി. പോകാനത് വെളിയിലോട്ട് വെച്ചോ നമ്മള് തന്നെ. ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്ന ചടയമംഗലം ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ JB ബിന്ദുവും ഗ്രാമപഞ്ചായത്തിലെ മത്സരാർത്ഥികൾക്കൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. Gracias.
ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഡിസംബർ 2025 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തത്സമയമാണ് ഞങ്ങൾ പ്രശ്നങ്ങളിലേക്ക്. ഇപ്പോൾ LC സെക്രട്ടറി ശ്രീ D. ജയകുമാർ നമ്മളോടൊപ്പം, CPIM-ന്റെ LC സെക്രട്ടറി D. ജയകുമാർ ഈ തത്സമയം ചേരുകയാണ്. ജയകുമാർ, എന്തൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 16 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ വലിയ സ്വീകാര്യതയാണ് വാർഡുകളിലെല്ലാം ലഭിച്ചത്. 16 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും. പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് ഈ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആകെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല ഘടകങ്ങളായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തുടർന്ന് നാം നടത്താൻ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ത്രിതല പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ ഈ പുതിയ ആളുകളുടെ ഭരണസമിതിക്ക് കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. നന്ദി, നമസ്കാരം. പ്രതികരിച്ചത് നമ്മളോടൊപ്പം AYF-ന്റെ നേതാവും CPI-യുടെ LC മെമ്പർ കൂടിയായിരുന്ന ശ്രീ ഷാനവാസ് ചേരുകയാണ്. നമസ്കാരം. എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചടയമംഗലത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് ഇപ്പോൾ പറയുവാനുള്ളത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പഞ്ചായത്തിലെ 16 വാർഡുകൾ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വാഭാവികമായും ചടയമംഗലം പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്തിൽ ഭരണത്തിലിരിക്കുന്ന LDF സംവിധാനങ്ങൾ ഏറ്റവും സാധാരണക്കാർ മുതൽ സമഗ്ര മേഖലയിലും വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഭരണം നടത്തുന്ന സംസ്ഥാനത്തെ LDF-ന്റെ ഗവൺമെൻറ് വളരെയേറെ ജനക്ഷേമകരമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ആ സാമൂഹിക ക്ഷേമ പെൻഷൻ്റെ വർധനവടക്കം നമ്മുടെ കേരളത്തെ തന്നെ രാജ്യത്ത് അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു വികസന മുന്നേറ്റം നടന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാധാരണക്കാരിലേക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും എത്തുന്ന തരത്തിലേക്കുള്ള ഇടപെടലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്നു വരുന്നത്. ഇതെല്ലാം തന്നെ വോട്ടായി പ്രതിഫലിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ഈ ചടയമംഗലം പഞ്ചായത്തിൽ LDF-ന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്നാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിലയിരുത്തൽ. പ്രതികരിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നതായിരിക്കും. നമസ്കാരം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിന് എന്താണ് ചടയമംഗലത്തെ ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് അവർ ജനാധിപത്യ മര്യാദ അനുസരിച്ച് LDF-ന്റെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം പഞ്ചായത്തിലെ ഇപ്പോൾ ഇടതുമുന്നണിയായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ താഴെത്തട്ടിലുള്ള ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കണം ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്ന അടുത്ത മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 16 സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്രിയപ്പെട്ട വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. വളരെ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെല്ലാം തന്നെ. വളരെ അതായത് തിരഞ്ഞെടുപ്പിന് പത്രിക കൊടുക്കാൻ തന്നെ അവരോടൊപ്പം എത്തിയത് നൂറുകണക്കിന് നൂറുകണക്കിന് പാർട്ടി അനുഭാവികളും പ്രവർത്തകരുമായിരുന്നു. അവർക്ക് വളരെ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഓരോ സ്ഥാനാർത്ഥികളും ജനവിധി തേടാൻ പോകുന്നത്.
ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. തിരഞ്ഞെടുപ്പ് വാർത്തകളും വാർത്താവിശേഷങ്ങളുമായി സാക്ഷി മറ്റൊരു വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.